പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് പാസീവ് അബ്സോർപ്ഷൻ ആയിരുന്നു. എന്തായിരുന്നു പാസീവ് അബ്സോർപ്ഷൻ? പ്രത്യേക എനർജിയുടെ ആവശ്യമില്ലാതെ ചെടികളിൽ ജലം ലഭ്യമാവുന്ന പ്രവർത്തനത്തിനെയാണ് പാസീവ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഈ പാസീവ് അബ്സോർപ്ഷൻ 3 രീതിയിലാണുള്ളത്. അത് പ്രധാനമായിട്ടും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഓസ്മോസിസ്, ഡിഫ്യൂഷൻ ആൻഡ് ഇംബൈബിഷൻ. ഈ 3 പ്രോസസ്സിനും എനർജി ആവശ്യമില്ല. എന്നിരുന്നാലോ ജലം ഉള്ളിലോട്ട് കുറച്ച് 1 മീറ്റർ വരെയോ അല്ലെങ്കിൽ 1/2 മീറ്റർ വരെയോ ഒക്കെ പോകും. സാധാരണ നമ്മൾ ഗ്രാസിൽ, അതായത് നമ്മൾ മോണോകോട്ട് പ്ലാന്റ് ആയിട്ടുള്ള ഫൈബറസ് റൂട്ട് അടങ്ങിയിട്ടുള്ള ചെറിയ തരത്തിലുള്ള ചെടികളിലൊക്കെ പാസീവ് അബ്സോർപ്ഷൻ ഒരുപാട് സഹായിക്കാറുണ്ട്. എന്നിരുന്നാൽ അത്ര വലിയ ചെടികളിലോട്ട് പാസീവ് അബ്സോർപ്ഷൻ തീരെ എഫക്റ്റീവ് അല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് നമ്മൾ ചിന്തിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആക്റ്റീവ് അബ്സോർപ്ഷന്റെ പ്രസക്തി എന്ന് പറയുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ആക്റ്റീവ് അബ്സോർപ്ഷൻ? Active absorption is the absorption of water by the help of ATP. By the help of external energy is called active absorption. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഓസ്മോട്ടിക് തിയറി ഓഫ് ആക്റ്റീവ് അബ്സോർപ്ഷൻ ആണ് വളരെ പ്രധാനപ്പെട്ട ഒരു തിയറി. രണ്ടാമത്തത് നോൺ ഓസ്മോട്ടിക് തിയറി ഓഫ് ആക്റ്റീവ് അബ്സോർപ്ഷൻ. അതായത് 2 തിയറി വെച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന അബ്സോർപ്ഷനെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 2 പ്രധാനപ്പെട്ട തിയറികൾ. അതിലൊന്ന് സെൽ വാൾ ഫസ്റ്റ് അബ്സോർബ് സോയിൽ വാട്ടർ ബൈ ഇംബൈബിഷൻ. അപ്പൊ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ഓസ്മോട്ടിക് തിയറിയാണ്. രണ്ടാമതാണ് നമ്മൾ നോൺ ഓസ്മോട്ടിക് തിയറി ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓസ്മോട്ടിക് തിയറിയിൽ സെൽ വാൾ ഫസ്റ്റ് അബ്സോർബ് സോയിൽ വാട്ടർ ബൈ ഇംബൈബിഷൻ. സെൽ വാൾ ഈസ് പെർമിയബിൾ. സെൽ വാൾ ഫസ്റ്റ് അബ്സോർബ് സോയിൽ വാട്ടർ ബൈ ഇംബൈബിഷൻ. സെൽ വാൾ ഈസ് പെർമിയബിൾ. Then in osmotic theory, it allows both solute and solvent molecules to pass through it. It allows both solute and solvent molecule to pass through it. Water enters through the cell wall and come in contact with the differentially permeable plasma membrane and cytoplasm. Water enters through the cell wall and come in contact with the differentially permeable plasma membrane. അങ്ങനെ പ്ലാസ്മ മെംബ്രെയിനുമായിട്ട് കോണ്ടാക്ട് ചെയ്തുകൊണ്ട് നോൺ ഓസ്മോട്ടിക് പ്രസൻസിന്റെ ബേസിലാണ് വെള്ളം ഉള്ളിലോട്ട് പോകുന്നത്. ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ ഓഫ് ദ സോയിൽ സൊല്യൂഷൻ പ്ലേ എ വെരി ഇമ്പോർട്ടന്റ് റോൾ ഇൻ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ. ഒന്നുമില്ല, അതായത് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ATPന്റെ ബേസിൽ തന്നെയാണ്, ഒരു എനർജി ഉണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ബേസിക് ആയിട്ട് ഓസ്മോസിന്റെ ബേസിൽ, അതായത് വെള്ളം കുറഞ്ഞ സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ കൂടിയ സ്ഥലത്ത് നിന്നോ വാട്ട് എവർ ഇറ്റ് മേ ബി, നമുക്ക് പറയാൻ പറ്റും ഒരു സെമി പെർമൽ മെംബ്രെയിൻ വഴി ഒരു പ്രത്യേക എനർജിയുടെ പ്രസൻസിൽ ഓസ്മോട്ടിക് ബേസിൽ വെള്ളം മുകളിലോട്ട് പോകുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനത്തിനെയാണ് ഓസ്മോട്ടിക് തിയറി ഓഫ് ആക്റ്റീവ് വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് എന്താണ് നോൺ ഓസ്മോട്ടിക് തിയറി ഓഫ് ആക്റ്റീവ് വാട്ടർ അബ്സോർപ്ഷൻ? എന്താണ് നോൺ ഓസ്മോട്ടിക് തിയറി? വാട്ടർ അബ്സോർപ്ഷൻ അഗെയിൻസ്റ്റ് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് റിക്വയർസ് എക്സ്ട്രാ എനർജി. ഓക്കെ, ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു എക്സ്ട്രാ എനർജിയുടെ നല്ല സപ്പോർട്ടോട് കൂടിയാണ് ഇവിടെ ഈ പറയുന്ന പ്രോസസ് നടക്കുന്നത്. ടെമ്പറേച്ചർ, lack of oxygen and respiratory inhibitors are found to be inhibit water absorption. ഇവിടെ പലപ്പോഴും വെള്ളത്തിന്റെ അബ്സോർപ്ഷനെ തടഞ്ഞു നിർത്തുന്ന കുറെ ഘടകങ്ങളുണ്ട്. അതിലൊന്ന് ടെമ്പറേച്ചർ ആണ്, മറ്റൊന്ന് ഓക്സിജന്റെ അപര്യാപ്തതയാണ്. അങ്ങനെ കുറെ ഫാക്ടേഴ്സ് പലപ്പോഴും ഈ പറയുന്ന വാട്ടർ അബ്സോർപ്ഷനെ ഇൻഹിബിറ്റ് ചെയ്യാറുണ്ട്. എന്നിരുന്നാൽ പോലും എക്സ്റ്റേണൽ എനർജിയുടെ പിൻബലത്തോടുകൂടി വെള്ളം മുകളിലോട്ട് പോകുന്ന പ്രവർത്തനത്തിനെയാണ് നോൺ ഓസ്മോട്ടിക് അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. Absorption and accumulation of salt in xylem and thereby promote water absorption. Absorption and accumulation of salt in xylem and thereby promote water absorption. ഓക്കെ, അപ്പം വെള്ളത്തിന്റെ അബ്സോർപ്ഷൻ വളരെ ക്ലിയർ ആയിട്ട് സൈലത്തിന്റെ പ്രസൻസ് കൊണ്ട് നോൺ ഓസ്മോട്ടിക് ബേസിൽ എനർജിയുടെ സഹായത്തോടുകൂടി നടക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ നോൺ ഓസ്മോട്ടിക് തിയറി ഓഫ് ആക്റ്റീവ് വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറയാം. അപ്പൊ 2 പ്രധാനപ്പെട്ട ആക്റ്റീവ് അബ്സോർപ്ഷൻ ഉണ്ട്. ഒന്ന് ഓസ്മോട്ടിക് തിയറി ഓഫ് വാട്ടർ അബ്സോർപ്ഷൻ ആൻഡ് സെക്കൻഡ് വൺ നോൺ ഓസ്മോട്ടിക് തിയറി ഓഫ് ആക്റ്റീവ് വാട്ടർ അബ്സോർപ്ഷൻ. ഓക്കെ, നൗ നമ്മളിപ്പോ നിലവിൽ 2 പ്രധാനപ്പെട്ട അബ്സോർപ്ഷൻ പറഞ്ഞു, ആക്റ്റീവ് അബ്സോർപ്ഷൻ ആൻഡ് പാസീവ് അബ്സോർപ്ഷൻ. നമുക്ക് ജസ്റ്റ് അതിന്റെ ഒന്ന് കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെന്റ് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാം. ചിലപ്പോൾ പരീക്ഷയ്ക്ക് അങ്ങനെ തന്നെ ചോദിക്കും, ഡിഫറൻഷിയേറ്റ് ആക്റ്റീവ് ആൻഡ് പാസീവ് അബ്സോർപ്ഷൻ. എന്താണ് ആക്റ്റീവ് അബ്സോർപ്ഷൻ? ആക്റ്റീവ് അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ യൂട്ടിലൈസ് മെറ്റബോളിക് എനർജി ആണല്ലോ.
മെറ്റബോളിക് എനർജിയുടെ സഹായത്തിലാണ് ആക്റ്റീവ് അബ്സോർപ്ഷൻ നടക്കുക. ഇനി പാസീവ് അബ്സോർപ്ഷനോ? പാസീവ് അബ്സോർപ്ഷൻ യൂട്ടിലൈസസ് സോളാർ എനർജി, സൺലൈറ്റിന്റെ എനർജി കൊണ്ട് മാത്രമാണ് ഇത് നടക്കുന്നത്. വാട്ടർ ഈസ് അബ്സോർബ്ഡ് ബൈ ദ റൂട്ട്, ദാറ്റ് ഈസ് റൂട്ട് ഹാവ് ആൻ ആക്റ്റീവ് റോൾ. വാട്ടർ ഈസ് അബ്സോർബ്ഡ് ത്രൂ ദ റൂട്ട് ഹാവ് ബീൻ ഓൺലി പാസീവ് റോൾ. അപ്പൊ ഇവിടെ വളരെ പാസീവ് ആയിട്ടുള്ള റോളാണ് റൂട്ടിനുള്ളത്, പക്ഷെ ഇവിടെ ആക്റ്റീവ് ആയിട്ടുള്ള റോൾ ഉണ്ട്. The water is absorbed by osmosis and non-osmosis method along or against the DPD gradient. അപ്പൊ ഡിഫ്യൂഷൻ പ്രഷർ ഡെഫിസിറ്റിന്റെ ഗ്രേഡിയന്റിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇവിടെ വാട്ടർ അബ്സോർപ്ഷൻ നടക്കുന്നത്. വാട്ടർ ഈസ് അബ്സോർബ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ദ ടെൻഷൻ ക്രിയേറ്റഡ് ബൈ ദ ട്രാൻസ്പിരേഷൻ പുൾ. അപ്പൊ ഇവിടെ ട്രാൻസ്പിരേഷൻ പുള്ളിന്റെ ബേസിലാണ് ഇവിടെ വാട്ടർ അബ്സോർപ്ഷൻ നടക്കുന്നത്. ഇൻവോൾവ് സിംപ്ലാസ്റ്റ് ഓർ പ്രോട്ടോപ്ലാസ്റ്റ് മൂവ്മെന്റ് ഓഫ് വാട്ടർ. ഇൻവോൾവ്ഡ് സിംപ്ലാസ്റ്റ് എന്ന് വെച്ചാൽ വാട്ടർ ട്രാൻസ്പോർട്ട് ത്രൂ എങ്ങനെയാണ്? പ്ലാസ്മോഡെസ്മാറ്റ വഴിയാണ്. വാട്ടർ ഈസ് അബ്സോർബ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ദ ടെൻഷൻ ക്രിയേറ്റഡ് ബൈ ദി ട്രാൻസ്പിരേഷൻ പൂൾ. പക്ഷെ ഇവിടെയാണെങ്കിലോ ഒരു ടെൻഷന്റെ ബേസിലാണ് അബ്സോർപ്ഷൻ നടക്കുന്നത്. ഇൻവോൾവ് സിംപ്ലാസ്റ്റ്, ക്ലിയർ ആണല്ലോ. ബട്ട് ഹിയർ ഇൻവോൾവ് അപ്പോപ്ലാസ്റ്റ്. അപ്പോ പാസീവ് അബ്സോർപ്ഷനിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോപ്ലാസ്റ്റിക് പാത്വേ ആണ്, ദാറ്റ് ഈസ് പാസിംഗ് ത്രൂ ദ സെൽ വാൾ. Absorption is independent of transpiration, but here absorption is dependent of transpiration. Transpiration നടക്കുമ്പോൾ മാത്രമാണ് വെള്ളം കുറയും, അതിന് ആനുപാതികമായിട്ട് വെള്ളം മുകളിലോട്ട് കയറുന്നതും പാസീവ് അബ്സോർപ്ഷനിലാണ്. Usually it takes place when the water level is high. Usually it takes place when water level is low. Okay, occurs only in the presence of root, but here occurs even in the absence of root. Produce positive pressure in xylem canals, produce negative pressure in xylem canals. The absorption rate is comparatively low. Absorption rate, active absorption വളരെ കുറവാണ്, but here the absorption rate is comparatively fast. Quickly inhibited by metabolic inhibitors or toxin. പലപ്പോഴും ഇത് ഈ പറഞ്ഞ ട്രാൻസ്പോർട്ട് ഇൻഹിബിറ്റ് ചെയ്യപ്പെടാറുണ്ട്, പക്ഷെ ഇവിടെയോ മെറ്റബോളിക് ഇൻഹിബിറ്റേഴ്സ് ഓർ ടോക്സിൻ ഡു നോട്ട് ഹാവ് ആൻ ഇമ്മീഡിയറ്റ് എഫക്ട് ഓൺ പാസീവ് അബ്സോർപ്ഷൻ. പക്ഷെ ഇവിടെ ഒരു തരത്തിലും അങ്ങനെയുള്ള എഫക്റ്റുകളൊന്നും ബാധിക്കാറില്ല. Now two types of active osmotic water absorption and non-active osmotic water absorption. രണ്ട് പ്രധാനപ്പെട്ട അബ്സോർപ്ഷൻ നമ്മൾ പറഞ്ഞു, ഓസ്മോട്ടിക്കും നോൺ ഓസ്മോട്ടിക്കും പറഞ്ഞു. നോ സച്ച് ക്ലാസിഫിക്കേഷൻ ഇൻ പാസീവ് അബ്സോർപ്ഷൻ. അതേസമയം പാസീവ് അബ്സോർപ്ഷനിൽ അങ്ങനെ യാതൊരു തരത്തിലുള്ള മെക്കാനിസംസും ഇല്ല. അപ്പം വളരെ സിമ്പിൾ ആയിട്ടാണ് ഞാൻ എന്താണ് ആക്റ്റീവ് അബ്സോർപ്ഷൻ പറഞ്ഞത്. ആക്റ്റീവ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട രണ്ട് തിയറിയുടെ ബേസിലാണ്. ഒന്ന് ഓസ്മോട്ടിക് അബ്സോർപ്ഷൻ, സെക്കൻഡ് വൺ നോൺ ഓസ്മോട്ടിക് അബ്സോർപ്ഷൻ. ക്ലിയർ ആണല്ലോ. അതുകൂടാതെ നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തൊക്കെയാണ് ആക്റ്റീവ് അബ്സോർപ്ഷനും പാസീവ് അബ്സോർപ്ഷനും തമ്മിലുള്ള വ്യത്യാസം. ഇത്രയാണ് നമ്മൾ വളരെ ബ്രീഫായിട്ട് ആക്റ്റീവ് അബ്സോർപ്ഷനെ പറയുന്നത്. ഓക്കെ, താങ്ക് യു.